ഹലോ എവരി വൺ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്വർടൈസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അഡ്വർടൈസിങ്ങിന്റെ ഡെഫിനിഷൻ, അതിന്റെ മീനിങ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വല്ലാതെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുന്നില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം, ഓക്കെ, ഇറ്റ് കംസ് ഫ്രം ലാറ്റിൻ വേർഡ്. ലാറ്റിൻ പദം അഡ്വർട്ടോ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് അഡ്വർടൈസ്മെന്റ് എന്ന പദം വന്നത്. നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ടു ടേൺ അറൗണ്ട്, നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് അതിനെ വരുന്നത്. അപ്പൊ അഡ്വർടൈസിങ്ങിന്റെ അർത്ഥം നമ്മുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ടു ഡ്രോ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതെന്നോ അതാണ് അഡ്വർടൈസ്മെന്റ്. ഓക്കെ, അഡ്വർടൈസിങ് എന്നൊക്കെ പറയാറുള്ളത്. ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്. Advertising is any paid form of non-personal presentation and promotion of idea, goods or services by an identified sponsor. Okay, any paid form ആണ്, from എന്നല്ല, any paid form of നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതെന്തല്ല, വ്യക്തിപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, എന്നോടല്ല അല്ലെങ്കിൽ വ്യക്തികളോടല്ല അഡ്വർടൈസ്മെന്റ് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു മാസ്. ഓക്കെ, നോൺ പേഴ്സണൽ ആയിട്ട് നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും എന്തിനാണ് അത് നടത്തുന്നത്? ടു സെൽ ദെയർ ഗുഡ്സ്, ഐഡിയ, സർവീസസ്. ചിലപ്പോൾ പ്രൊഡക്ട്സ് വിൽക്കാനായിരിക്കും, ചിലപ്പോൾ ഐഡിയ. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ അഡ്വർടൈസ്മെന്റ് നടത്തുന്നത് അവരുടെ ഐഡിയ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിരിക്കും. ചിലപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, ബാക്കിയുള്ള സർവീസസ് സെക്ടർ ആയിക്കോട്ടെ, അവരൊക്കെ അവരെ അഡ്വർടൈസ്മെന്റ് നടത്തുന്നത് അവരുടെ സർവീസ് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ, ഒരു തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്പോൺസർ നടത്തുന്ന പരസ്യമാണ്. ഓക്കെ, അവർ നടത്തുന്ന ഒരു നോൺ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഇൻ 1948. ഓക്കെ, വേറൊരു ഡെഫിനിഷൻ നോക്കൂ. അഡ്വർടൈസിംഗ് ഇസ് ദ art and science of building brands through persuasive communication and positioning them in consumers. Okay, art and science of building brands. നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ബ്രാൻഡ് അവയർനെസ്, ഒരു ബ്രാൻഡ് ഇമേജ് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് എന്ത് ചെയ്യുന്നു? പൊസിഷൻ ചെയ്യുന്നു, നമ്മുടെ മനസ്സിലേക്ക് അത് കയറ്റി വെക്കുന്നു. അങ്ങനെയുള്ള ഒരു പെർസുവേസീവ്, ആളുകളെ ആകർഷിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ് എന്നുള്ളതാണ് വേറൊരു ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ഇൻഫർമേഷൻ, തേർഡ് വൺ പെർസുവേഷൻ, ഫോർത്ത് വൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഫിഫ്ത് വൺ നോൺ പേഴ്സണൽ പ്രസന്റേഷൻ, സിക്സ്ത് വൺ ഐഡന്റിഫൈഡ് സ്പോൺസർ, നെക്സ്റ്റ് സെവൻത് വൺ കൺസ്യൂമർ ചോയ്സ്, എയ്ത്ത് വൺ എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, നെക്സ്റ്റ് നയൻത് വൺ എലമെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. Advertising is means of mass communication reaching the masses. It is a non-personal communication because it is addressed to മാസസ്. ഓക്കെ, മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പരസ്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അല്ലെ. വലിയ ബ്രാൻഡിന്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതൊക്കെ TV, റേഡിയോ, പ്രിന്റ്, ഓൺലൈൻ പോലുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ദ മാസസ് അല്ലെ, ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൂൾ വഴിയാണ് നടക്കാറുള്ളത്. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് ഫീച്ചർ എന്താ? ഇൻഫോർമേഷൻ. അഡ്വർടൈസിംഗ് ഇൻഫോംസ് ദ ബയേഴ്സ് അബൌട്ട് ദി ബെനിഫിറ്റ് ദേ വുഡ് ഗെറ്റ് വെൻ ദേ പർച്ചേസ് എ പാർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ആളുകൾക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ പെർസുവേഷൻ. അഡ്വർടൈസർ എക്സ്പെക്ട് ടു ക്രിയേറ്റ് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് വിച്ച് വിൽ ലീഡ് ടു ഫേവറബിൾ ആക്ഷൻസ്. എന്താണ്? ആ സാധനം വാങ്ങിക്കാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ അതിന് ഒരു ഫേവറബിൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഫീച്ചർ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ട്രൂ അഡ്വർടൈസിംഗ് ഡസ് നോട്ട് അറ്റംപ്റ്റ് അറ്റ് മാക്സിമൈസിംഗ് പ്രോഫിറ്റ് ബൈ ഇൻക്രീസിംഗ് ദ കോസ്റ്റ് ബട്ട് ബൈ പ്രൊമോട്ടിംഗ് ദ സെയിൽസ്. എന്താണ്? വില കൂട്ടിയിട്ടല്ല എന്ത് ചെയ്യുക, ലാഭം കൂട്ടുക. ഓരോ കമ്പനിയും അവരുടെ സെയിൽസ് കൂട്ടിയിട്ടാണ്. അപ്പോൾ അഡ്വർടൈസിംഗ് വിൽ ഹെൽപ്പ് ടു മാക്സിമൈസ് ദ സെയിൽ. അവരുടെ കമ്പനിയുടെ വിറ്റുവരവൊക്കെ ഒരുപാട് വലുതാക്കാൻ സഹായിക്കും നല്ല പരസ്യങ്ങളൊക്കെ. നെക്സ്റ്റ് വൺ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു
വ്യക്തികളോടല്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു മാസസ്. ഓക്കെ, വലിയ ഒരുപാട് ജനങ്ങളോടാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ സ്പോൺസർ ആണ്. ഈ ഒരു അഡ്വർടൈസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് പരസ്യങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ഓരോ സ്പോൺസേഴ്സ് അല്ലെ, ആരാണ് ആ പരസ്യം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലെ. അല്ലാതെ ഐഡന്റിഫൈഡ് അല്ലാത്ത പരസ്യങ്ങളൊക്കെ ഇല്ല, അതൊന്നും നമ്മുടെ മാസ് മീഡിയയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഐഡന്റിഫൈഡ് സ്പോൺസർ എപ്പോഴും ആരാണ് പരസ്യം കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ കൺസ്യൂമർ ചോയ്സ്. അഡ്വർടൈസിംഗ് ഫെസിലിറ്റേറ്റ്സ് consumer choice. It enables consumer to purchase goods as per their budget, requirement and choice. എന്താണ്? നമ്പർ ഓഫ് ഓപ്ഷൻസ് കൂടും. ഓക്കെ, എനിക്ക് ഇതല്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള നമ്പർ ഓഫ് ഓപ്ഷൻസ് ഈ ഒരു അഡ്വർടൈസിങ് കൂട്ടും. ഓക്കെ, അതിനുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. Advertising is an important element of promotion mix. Advertising has proved to be of great utility to sell goods and services. Large manufacturers spend crores of rupees on advertising. Elements of marketing mix എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അഡ്വർടൈസിങ് നിങ്ങളുടെ എല്ലാ പിന്നെ സെയിൽസ് ആയിക്കോട്ടെ, നിങ്ങളുടെ നിങ്ങളുടെ പേര്, പ്രശസ്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടും. ഓക്കെ, നിങ്ങളുടെ ഗുഡ്സും സർവീസിനൊക്കെ മാക്സിമം യൂട്ടിലിറ്റി, അതിനെ ആളുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഓക്കെ, അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനികളൊക്കെ ഒരുപാട് എമൗണ്ട് അഡ്വർടൈസിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എലമെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. എ ഗുഡ് അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ഇൻവോൾവ്സ് lot of creativity and imagination. When a message of the advertiser matches the expectation of consumers, such creativity make way for successful campaign. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡ് എന്ത് ചെയ്യും? ക്രിയേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് വഴി ആളുകൾക്കിടയിൽ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു കമ്പനി ആഗ്രഹിക്കുന്ന എന്താണോ ഈ കമ്പനി ആഗ്രഹിക്കുന്നത്, എന്ത് മെസ്സേജ് ആണോ ഈ കമ്പനി ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാനും ആ കമ്പനിയുടെ സെയിൽസ്, അവരുടെ ഗോള് നിറവേറ്റാനും ഒക്കെ ഈ ഒരു എലമെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഓക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്ററി നോക്കാം. നെക്സ്റ്റ് അതിന്റെ ഹിസ്റ്ററി, നമുക്ക് ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അഡ്വർടൈസിങ് പിന്നെ പണ്ട് കാലം മുതലേ ഇതിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. Okay, history of ad dates back to civilization itself. പ്രാചീന കാലഘട്ടം മുതലേ ഇതിന്റെ ഒരു തുടക്കമുണ്ട്, ഒരു പരസ്യങ്ങളുടെ ഒരു തുടക്കമുണ്ട്. About 3000 BC, papyrus sheet were used in Egypt in order to announce. ഓക്കെ, ഈ ഒരു പാപ്പിറസ് മരങ്ങളിൽ നിന്നുള്ള ഓലകളും ഷീറ്റ്, അവരുടെ മരത്തിന്റെ പിന്നെ ചീളുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, 3000 BC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നീട് 1500 BC, shopkeepers in Athens were advertising largely in the form of signboard and hoardings. ഓക്കെ, സൈൻ ബോർഡ്സും പിന്നെ അതൊക്കെ തൂക്കിയിട്ടിട്ട്, പിന്നെ ഒരു മൺപാത്രം വിൽക്കുന്ന കടയാണെങ്കിൽ ആ ഒരു മൺപാത്ര കടയുടെ മുമ്പിൽ തൂക്കിയിടുക, അല്ലെങ്കിൽ അവിടെ മൺപാത്രത്തിന്റെ ഒരു ചിത്രം വരച്ചേക്കുക, അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ തുടക്കകാലത്തുള്ള അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നീട് ഇൻ ഏഷ്യൻ ഗ്രീസ് ടൗൺ ക്രയേഴ്സ് സോൾഡ് സ്ലേവ്സ് ആൻഡ് കാറ്റിൽ മെയ്ഡ് പബ്ലിക് അനൗൺസ്മെന്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് അഡ്വർടൈസിംഗ് റൈംസ് വിച്ച് മസ്റ്റ് ഹാവ് സൗണ്ടഡ് സംതിങ് ലൈക്ക് ടുഡേസ് സൈനിങ് കൊമേഴ്ഷ്യൽസ്. എന്താണ് ഗ്രീസില് പിന്നെ ഈ വിളിച്ചു പറയുന്ന ആളുകൾ, അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുകളാണ് ക്രയേഴ്സ് എന്നൊക്കെ അറിയപ്പെടുക. അപ്പൊ അവര് കന്നുകാലികളെ വിൽക്കാനും അതോടൊപ്പം തന്നെ അടിമകളെ വിൽക്കാനൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് രൂപത്തിലൊക്കെ അത് അവതരിപ്പിച്ച് ഇങ്ങനെ അങ്ങാടിയിലും ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ വിളിച്ചു പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് 1400 AD, അതായത് ക്രിസ്തുവിന് ശേഷം 1400 വരെ 1400 വരെ സ്പോക്കൺ വേർഡ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു അഡ്വർടൈസിങ് പർപ്പസിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ അനൗൺസ്മെന്റിലൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അഡ്വർടൈസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗുട്ടൻബർഗ് എന്ത് ചെയ്തു? പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തി, പ്രിന്റ് ചെയ്യാൻ മൂവബിൾ പ്രിന്റിംഗ് പ്രസ് ഒക്കെ കണ്ടെത്തിയ സമയത്ത് പിന്നെ
അതിൻ്റെ ഒരു നമ്പർ ഓഫ് കോപ്പീസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൂടിയതോട് കൂടിയാണ് സ്പീക്കിംഗ് ഫോമിൽ നിന്ന് കുറച്ചും കൂടി പ്രിന്റഡ് ഫോമിലോട്ട് ഈ ഒരു മീഡിയ ചേഞ്ച് ചെയ്യുന്നത്. ഇനി ഗുട്ടൻബർഗ് അത് കണ്ടെത്തുന്നതിന് മുമ്പ് മെയിനായിട്ട് 3 തരത്തിലുള്ള ആഡ് ഫോംസ് ആണ് നിലനിന്നിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് മാർക്സ് ആണ്, സെക്കൻഡ് വൺ സയൻസ് ആണ്, തേർഡ് വൺ ടൗൺ ക്രയേഴ്സ് ആണ്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാനത് നെക്സ്റ്റ് PPT ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രേഡ് മാർക്ക് ആണ്. ട്രേഡ് മാർക്ക് നമുക്കറിയാം, ഇപ്പൊ ഒരു ശില്പി ഒരു ശില്പം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു മുദ്ര അതിൽ പതിക്കും. ഓക്കെ, അപ്പോൾ ആ മുദ്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അടയാളം പതിക്കുന്നതായിരുന്നു ഓരോ കമ്പനി അല്ലെങ്കിൽ ആരെയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാനുള്ള ആ പണ്ട് കാലത്തുള്ള ഒരു അടയാളം. ഓക്കെ, ഇത് ഇന്ന ശില്പി ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഇന്ന ഗോത്രത്തിന്റെയാണ് ഈ പ്രൊഡക്റ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ട്രേഡ് മാർക്ക്, ഓരോ അടയാളങ്ങളൊക്കെ, ലോഗോയുടെ ഒക്കെ പഴയ രൂപം. ഓക്കെ, അപ്പൊ അതായിരുന്നു ഈ ഒരു മൂവബിൾ പ്രിന്റിംഗ് പ്രസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഡ്വർടൈസിങ് ഫോം എന്ന് പറയുന്നത്. പിന്നീട് സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപാട് ആളുകൾ സഞ്ചാരപാതകളിലൊക്കെ എന്ത് ചെയ്തു, ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ വിൽപ്പനക്കുള്ള സാധനങ്ങൾ ഫോട്ടോ വരയ്ക്കുക, അങ്ങനത്തെയുള്ള പിന്നെ ഒരു ശീലം ഇന്നത്തെ നമ്മുടെ ഈ വഴിയിൽ പോസ്റ്റർ എഴുതുക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതിന്റെ പ്രാചീന രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പെയിന്റഡ് കൊമേഴ്ഷ്യൽ മെസ്സേജസ് ആയിരുന്നു. ആളുകൾ കൂടുന്ന സ്ഥലത്ത് പാറകളിലൊക്കെ പെയിന്റ് ചെയ്യുക, മെസ്സേജസ് ഒക്കെ പെയിന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് ടൗൺ ക്രയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, അനൗൺസ്മെന്റുമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന പിന്നെ പ്രചാരകർ, അതായത് ചിലപ്പോൾ രാജകീയമായിട്ടുള്ള അനൗൺസ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ വേറുള്ള വിഷയങ്ങളായിരിക്കും. അങ്ങനെ അനൗൺസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരോരോ സ്ഥലത്തും കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് 15ാം നൂറ്റാണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. 15ാം നൂറ്റാണ്ടിലാണ് ദ ഇൻവെൻഷൻ ഓഫ് മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് പ്രസ് ഇൻ 1438 ബൈ ജോഹന്നസ് ഗുട്ടൻബർഗ് റെവല്യൂഷനൈസ്ഡ് അഡ്വർടൈസിങ്. ഓക്കെ, ഈ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ ഒരു കണ്ടുപിടുത്തത്തോട് കൂടിയാണ് ഈ ഒരു അഡ്വർടൈസിംഗ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുന്നത്. ഫസ്റ്റ് പ്രിന്റഡ് അഡ്വർടൈസ്മെന്റ് ഓഫ് പ്രയർ ബുക്ക് അപ്പിയർഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1477. ഓക്കെ, 16th century modern market system appeared. This time to Europeans to expand business around the world. Mass shift appeared from rural to urban. 16ാം നൂറ്റാണ്ടിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു മോഡേൺ മാർക്കറ്റ് സിസ്റ്റത്തിന്റെ ഒരു, അതായത് കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്യൻസ് അവരുടെ ബിസിനസ് ലോകത്ത് മുഴുവനായിട്ട് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലോട്ടൊക്കെ താമസം മാറുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ട്രേഡ് റൂട്ട് ക്രിയേറ്റ് എ കൊമേഴ്ഷ്യൽ ലിങ്ക് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അക്രോസ് വേരിയസ് കോണ്ടിനെന്റ്സ്. ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു കൊമേഴ്ഷ്യൽ ലിങ്ക്. ഓക്കെ, എല്ലാ ആളുകളും ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് യൂറോപ്പിൽ കിട്ടുന്നു, യൂറോപ്പിലുള്ള സാധനങ്ങൾ അമേരിക്കയിൽ കിട്ടുന്നു, അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ലിങ്ക് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അഡ്വർടൈസിങ് ടു ബിക്കം എ ടൂൾ ഫോർ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരു ബിസിനസ് വളർന്ന സമയത്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷനുള്ള ഇമ്പോർട്ടന്റ് ടൂളായിട്ട് മാറുന്നത് അഡ്വർടൈസിങ് തന്നെയാണ്. ഓക്കെ, ഇനി ദ ഫസ്റ്റ് AD in any language to be printed on a circulated sheet in German news pamphlet is about 1525. in first AD എന്ന് വായിച്ചത് the first advertisement ആണ് കേട്ടോ. ഞാനത് AD എന്നാണ് ചേർത്തിട്ടുള്ളത്. ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, okay, the first advertisement in any language to be printed on a circulated sheet in German news pamphlet is about 1525. ഓക്കെ, അതായത് മുമ്പ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ സിംഗിൾ കോപ്പിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് നമ്പർ ഓഫ് കോപ്പി, ഒരുപാട് മോർ ദാൻ 2-3 അങ്ങനെ ഒരുപാട് കോപ്പീസ് പ്രിന്റ് ചെയ്ത് ഒരു സർക്കുലേറ്റഡ് അഡ്വർടൈസ്മെന്റ് ആദ്യമായിട്ട് വരുന്നത് ജർമ്മൻ ന്യൂസ് പാംഫ്ലെറ്റിലാണ്. 1525 അത് വരുന്നത്. പിന്നീട് 17th century മോസ്റ്റ് ഓഫ് ദ ന്യൂസ് അഡ്വർടൈസ്മെന്റ് അറ്റ് ദീസ് ടൈംസ് ആസ് ആൻ അനൗൺസ്മെന്റ്. ഓക്കെ, അന്ന് വന്നിരുന്ന അധിക പരസ്യങ്ങളും പ്രഖ്യാപനങ്ങളായിരുന്നു, ഓരോ അനൗൺസ്മെന്റുകളായിരുന്നു. അത് ഏതൊക്കെയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് പൗസ് ചെയ്യുക, വായിച്ചു നോക്കുക. ഓക്കെ, the first newspaper in English came out in 1622 called the Weekly News of London, and the first newspaper advertisement was seen in London in 1625. Okay,
The first advertisement offering coffee appeared in a newspaper in 1652, followed by an offering of chocolate in 1657 and tea in 1658. അപ്പൊ അന്നുണ്ടായിരുന്ന പരസ്യങ്ങളുടെ ഒരു കാറ്റഗറി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ? അതായത് കോഫിയുടെ പരസ്യം, ചോക്ലേറ്റിന്റെ പരസ്യം, ചായപ്പൊടിയുടെ പരസ്യം അല്ലെ, അത്തരത്തിലുള്ള പരസ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇംഗ്ലീഷ് കെയിം ഔട്ട് ഇൻ 1622. ഓക്കെ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ വരുന്ന ഫസ്റ്റ് ആഡ് വീക്ക്ലി ന്യൂസ് ഓഫ് ലണ്ടനിലാണ് വരുന്നത്. അത് 1625 അത് എന്ത് ചെയ്യുന്നത്, ആ ഒരു ആഡ് നിങ്ങൾ പുറത്തു വരുന്നത്, പരസ്യമായിട്ട് അത് പുറത്തു വരുന്നത്. ഓക്കെ, പിന്നീട് 18th സെഞ്ച്വറിയിൽ അഡ്വർടൈസ്മെന്റ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പരസ്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ദ ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് ഇൻ അമേരിക്ക appeared in 1704 in Boston Newsletter. ബോസ്റ്റൺ ന്യൂസ് ലെറ്ററിലാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ ഈ ഒരു പരസ്യം വരുന്നത് കേട്ടോ. ഈസ് അബൌട്ട് ദ ഓഫേർഡ് എ റിവാർഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് എ തീഫ്. ഒരു കള്ളൻ ജയിൽ ചാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കുന്നവർക്ക് പിന്നെ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആഡാണ് ഉണ്ടായിരുന്നത്. അഡ്വർടൈസ്മെന്റ് ഗെയിൻ മൊമെന്റം വിത്ത് ദ ഇന്റർലൊക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് ഡെയിലി ന്യൂസ് പേപ്പർ ലണ്ടൻ ഡെയിലി കറന്റ്. ഓക്കെ, ലണ്ടൻ ഡെയിലി കറന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഡെയിലി ന്യൂസ് പേപ്പർ വന്നതോടുകൂടി പിന്നീട് വീണ്ടും എന്തായി, ഒരു വിപ്ലവം തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് 1712 ഞാൻ അത് വായിക്കുന്നില്ല, അവിടുത്തെ ഗവൺമെന്റ് ഈ പിന്നെ പത്രങ്ങൾക്ക് മുകളിലൊരു ഹാഫ് പെന്നി ടാക്സ് ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ അഡീഷണൽ ടാക്സ്, പരസ്യം വരികയാണെങ്കിൽ ഒരു ഷില്ലി പിന്നെ എക്സ്ട്രാ ടാക്സും ഏർപ്പെടുത്താൻ തുടങ്ങി. പിന്നെ അന്നുണ്ടായിരുന്ന പല പത്രങ്ങളും അഡ്വർടൈസർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാരണം പരസ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അഡ്വർടൈസർ എന്ന പേരിലൊക്കെ ഒരുപാട് പത്രങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായ പരസ്യങ്ങൾ എന്ന് പറയുന്നത് ക്ലാസിഫൈഡ്സ് ആണ്. ക്ലാസിഫൈഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന പരസ്യങ്ങളൊന്നും ആയിരിക്കില്ല. ഉള്ള പരസ്യങ്ങൾ എന്തായിരിക്കും, കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾ അവർക്ക് മാത്രമുള്ള പരസ്യങ്ങളായിരിക്കും. പക്ഷെ എന്താണ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ പരസ്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ആഡുകൾ, ഒന്ന് ട്രേഡ് ആഡ്സ് ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ സാധന സാമഗ്രികൾ, സാധാരണയായിട്ട് നമ്മൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ പിന്നെ മലഞ്ചരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡായിരുന്നു. പിന്നീട് വന്നിരുന്ന ആഡ് കപ്പല് തുറമുഖത്ത് എത്തിയിട്ടുണ്ട് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്ന, അത് പ്രഖ്യാപിക്കുന്ന, അത് ജനങ്ങളെ അറിയിക്കുന്ന തരത്തിലുള്ള ആഡുകളായിരുന്നു. പിന്നെ സ്പെഷ്യൽ അഡ്വർടൈസ്മെന്റ് ഡിസൈൻ ഫോർ ഡീലേഴ്സ്. ഓക്കെ, സാധനങ്ങൾ മൊത്തത്തിൽ എടുക്കുന്ന ആളുകൾക്കുള്ള സ്പെഷ്യൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിരുന്നു അന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ആഡുകൾ. പിന്നീട് 19th സെഞ്ച്വറിയിൽ പ്രിന്റേഴ്സും അതോടൊപ്പം തന്നെ പബ്ലിഷേഴ്സും ഒക്കെ എന്ത് ചെയ്തു, ആഡ് സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് സ്പേസ് വിൽക്കുന്ന അല്ലെങ്കിൽ ആഡ് സ്പേസ് കണ്ടെത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതായത് പരസ്യം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ അവരുടെ ഒരു മുഖ്യ വരുമാന സ്രോതസ്സായിട്ട് പരസ്യങ്ങളെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ ഒരു 19th സെഞ്ച്വറിയിലാണ്. മോസ്റ്റ് ആഡ് വർതി ക്ലാസിഫൈഡ് വെറൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസിഫൈഡ്സ് ആയിരുന്നു. സ്റ്റാർട്ടഡ് കൺസ്യൂമർ അഡ്വർടൈസ്മെന്റ് സീൻ. കൺസ്യൂമർ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സാധാ അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ, അതായത് കോമൺ ആയിട്ട് കാണുന്ന വലിയ വലിയ പ്രൊഡക്ട്സിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങി. മുമ്പുണ്ടായിരുന്നത് ഡീലേഴ്സിന്റെ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി എന്താണ് കൺസ്യൂമർ റിലേറ്റഡ്, നേരിട്ട് കസ്റ്റമേഴ്സിലോട്ട് ആഡുകളൊക്കെ വരാൻ തുടങ്ങിയത് 19th സെഞ്ച്വറിയിലാണ്. പിന്നീട് പ്രിന്റിംഗ് പ്രോസസ് എന്ത് ചെയ്തു, കുറച്ചും റിയലിസ്റ്റിക് ആയിട്ട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചു. ക്രോമോലിത്തോഗ്രഫി എസ്റ്റാബ്ലിഷ് എസ്പെഷ്യലി ഇൻ ജർമ്മനി ഇനാബിൾ ദ യൂസ് ഓഫ് കളർ പിക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു 19th സെഞ്ച്വറിയിലാണ് പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് അതിന്റെ ഏറ്റവും വലിയ 19th സെഞ്ച്വറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, റെഡിമെയ്ഡ്സ്, അതിന്റെ ഒക്കെ പരസ്യങ്ങളൊക്കെ കുറച്ചുകൂടി കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡീലേഴ്സിനും അതുപോലെ തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ടും അറൈവൽ ഓഫ് ഷിപ്പും ഒക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. 19th സെഞ്ച്വറിയിൽ കുറച്ചും കൂടി കൺസ്യൂമർ പ്രൊഡക്ട്സ് കോമൺ ആവാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഈ ഒരു നെയിംസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. Volney B. Palmer was the first advertising agent who established an office in Philadelphia. He sold space to advertisement throughout the country. He did not provide any creative or planning services to clients, except the media selection. അദ്ദേഹം ചെയ്തൊരു കാര്യം, ആദ്യമായിട്ട് ഏജൻസി അല്ലെങ്കിൽ അഡ്വർടൈസിങ് ഏജന്റ് ആയിട്ട്
അദ്ദേഹമാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഫിലാഡൽഫിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, പരസ്യങ്ങൾ മുഴുവനായിട്ട് വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അദ്ദേഹം ക്രിയേറ്റീവ് ആയിട്ട് കണ്ടന്റോ കാര്യങ്ങളൊന്നും ആളുകൾക്ക് കൊടുത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, മീഡിയ സെലക്ഷൻ, ആളുകൾക്ക് മീഡിയ ഏതാന്നുള്ളത് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ്, ആഡ് സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഞാൻ വല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല. സ്പേസ് കൂടും കേട്ടോ, അതാണ് ലെങ്ത് കൂടും, അതാണ്. 1880, John E. Kennedy Powers emerged as a great copywriter, and same time another personality in this field is J. Walter Thompson. He is also known as the inventor of the modern advertising agency. അത് ഓർത്തു വെക്കുക, ജെ വാൾട്ടർ തോംസൺ മോഡേൺ അഡ്വർടൈസിംഗിന്റെ ഇൻവെന്റർ അറിയപ്പെടുന്നത്. ആൽബർ ലെസ്കർ ആൻഡ് ക്ലൗഡ് സി ഹോപ്കിൻസ് ആർ ദി അനദർ പ്രോമിനന്റ് ഫിഗർ ഇൻ advertising world. Hopkins developed reason why approach to advertisement copy. Reason why എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ സാധനം വാങ്ങണം, ഒരു ക്യാപ്ഷൻ കൊടുക്കും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ എങ്ങനെ മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടും, അങ്ങനെ റീസൺ വൈ അപ്രോച്ച്, എന്തുകൊണ്ട് എന്നുള്ളത്. അതായത് ഈ ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹൗ യു വിൽ ബെനിഫിറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോപ്കിൻസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. Lasker made ad agency as a professional business that included the record of result same as present days research wing. അതായത് കുറച്ചും കൂടി ആളുകളുടെ അഭിപ്രായം അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഈ ഒരു അഡ്വർടൈസിങ് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ലാസ്കർ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പഠിച്ച ആളായിരുന്നു. പിന്നീട് റീസൺ വൈ was the dominant approach to cooperating at that time, but Theodore McManus challenged this approach. Okay, reason why approach ഞാൻ നേരത്തെ പറയില്ലേ, എന്തുകൊണ്ട് പരസ്യങ്ങൾ എന്നല്ല, അല്ലെങ്കിൽ ഈ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അപ്രോച്ചിനെ ചലഞ്ച് ചെയ്തത് തിയഡോർ മാഗ്നസ് ആണ്. അദ്ദേഹം പറയുന്നത് he is a famous copywriter of General Monitors. He believed in producing impressionistic copy by incorporating original art, striking layout and elegant writing. നന്നായിട്ട് എന്ത് ചെയ്തു, കുറച്ചും കൂടി ഡിസൈനും അതോടൊപ്പം തന്നെ നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ലേ ഔട്ട് ഡിസൈനൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു തിയഡോർ മാഗ്നസ് ചെയ്തത്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, പിന്നീട് ഉണ്ടായിരുന്ന അനദർ ഫേമസ് ഏജൻസി അറ്റ് ദാറ്റ് ടൈം വാസ് ലോർഡ് ആൻഡ് തോമസ്. John E. Kennedy joined in this agency in 1898 and Hopkins in 1907. ലോർഡ് ആൻഡ് തോമസ് ആയിരുന്നു അന്നുണ്ടായിരുന്ന വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഡ് ഏജൻസി. ജോൺ ഇ കെന്നഡിയും അതോടൊപ്പം ഹോപ്കിൻസും ചേർന്ന വർഷങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1898 ആണ്, മാറിപ്പോണ്ട, അതാണ്. ഓക്കെ, ഹോപ്കിൻസ് ഇൻ 1907. 20th century, 20ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു, മാർക്കറ്റിംഗ്, മോഡേൺ മാർക്കറ്റിംഗ് റിസർച്ച് എന്റർഡ് ദ വേൾഡ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ഒരു മോഡേൺ മാർക്കറ്റിംഗ് റിസർച്ച് ഒക്കെ തുടങ്ങി. 1918 agencies have been observed to focus on aspects like selling space, analyzing media market and convincing business to advertisements. Okay, അതായത് എന്താണ്, ഓരോ മീഡിയയിലും സ്പേസ് വിൽക്കുന്ന അല്ലെങ്കിൽ ആഡ് സ്പേസ് വിൽക്കുന്ന, അതോടൊപ്പം തന്നെ അനലൈസിങ് മീഡിയ മാർക്കറ്റ്, ഏത് മീഡിയയിൽ കൊടുത്തു കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റുപോവുക, അതോടൊപ്പം തന്നെ കൺവിൻസിങ് ബിസിനസ്സുകാരെന്ത് ചെയ്തു, അഡ്വർടൈസ്മെന്റ്സിലേക്ക് ആകർഷിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു തരത്തിലേക്ക് കുറച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഏജൻസികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1980-ലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് സെയിം ടൈം ആൽബർട്ട് ലെസ്കർ, ചിക്കാഗോ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദി കിങ് ഓഫ് US അഡ്വർടൈസ്മെന്റ് വേൾഡ്. ഓക്കെ, സ്റ്റാർട്ട് ദ യൂസ് ഓഫ് ജിംഗിൾസ്. ജിംഗിൾസ് എന്ന് പറഞ്ഞാൽ റേഡിയോയിലൊക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടല്ലോ, അപ്പോ എന്തെങ്കിലും ഒരു ആഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മെമ്മറബിൾ ട്യൂൺ ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് ആ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ആഡ് ആണെന്നുള്ളത്. അതാണ് ജിംഗിൾസ്. ആർട്ട് വർക്ക്, ലേ ഔട്ട്, ടൈപ്പ് ഫേസിങ്. ആൻഡ് ടൈപ്പ് ഫേസിങ് എന്ന് പറഞ്ഞാല് ഫോണ്ടുകള്, അതോടൊപ്പം തന്നെ ഏതാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അങ്ങനെയുള്ള ഉണ്ടല്ലോ, അതാണ് ടൈപ്പ് ഫേസ്. ആൻഡ് മെയ്ഡ് അഡ്വർടൈസിങ് ആൻഡ് അപ്പീലിംഗ്, ഡ്രോ അറ്റൻഷൻ ആൻഡ് ഇംപ്രിന്റ് ഓഫ് ദി മെസ്സേജസ് ഓൺ പീപ്പിൾ മെമ്മറീസ്. കുറച്ചുകൂടി എന്ത് ചെയ്തു, പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്താണെന്നാണ്, അതായത് 20th century-ലാണ്. ഇൻ വേൾഡ് മാർക്കറ്റ് അഡ്വർടൈസ്മെന്റ് ബിക്കം ആൻ എസെൻഷ്യൽ പാർട്ട് എസ്പെഷ്യലി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ലോക മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു അഡ്വർടൈസ്മെന്റ് മാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഫ്റ്റർ 1946 quite a number of medium and small companies entered the international market.
specialist in market research, sale promotion, merchandising, and public relation, started running the advertising industry during the 1950s. Okay, കുറച്ചുകൂടി മാർക്കറ്റ് റിസർച്ച് പരമായിട്ട് സെയിൽസ് പ്രൊമോഷനിലൊക്കെ കുറച്ചുകൂടി ഈ പ്രൊഡക്ട്സ് വിൽക്കുന്നതിന് പബ്ലിക് റിലേഷൻ അതൊക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് 1950s. ദിസ് ടൈം റൂസർ റീവ്സ് ഓഫ് ടെഡ് ബീറ്റ്സ് ഏജൻസി വാസ് പ്രോബബ്ലി successful among copywriters. He originated the concept of USP, unique selling proposition. അതിനെ കുറിച്ച് വേറൊരു ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാം, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ വ്യത്യസ്തമാക്കുന്നത് എന്ത്, നമ്മുടെ യുണീക്ക്, നമ്മുടെ ബാക്കിയുള്ള കമ്പനിയിൽ നിന്ന് നമ്മുടെ യുണീക്നെസ് എന്താണ്. ഇപ്പോൾ ഡൊമിനോസ് പിസ്സ അവരുടെ യുണീക്നെസ് ആയി കൊടുക്കുന്നത് 30 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, ഞങ്ങളുടെ പിസ്സ നിങ്ങൾക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പൊ ബാക്കിയുള്ള കമ്പനികളൊന്നും അത് ഓഫർ ചെയ്യുന്നില്ല. അതാണ് അവരുടെ യുണീക്നെസ്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ USP ഉണ്ടായിരിക്കും. പിന്നീട് 1950s TV emerged as one of the most spectacular development in the history of advertising. The advantage is that it contains both sight and sound. TV വരുന്നത് 1950s ശേഷമാണ് അഡ്വർടൈസ്മെന്റ് ഫീൽഡിലേക്ക്. പിന്നെ ശബ്ദവും അതോടൊപ്പം തന്നെ ഇമേജും ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നീട് 1950s and 60s advertisement world saw 3 prominent figures. ഈ ഒരു പേരുകൾ ജസ്റ്റ് ഓർത്തു വെക്കുക. ലിയോ ബർണറ്റ്, ഡേവിഡ് ഓജിൽവി, വില്യം ബർൺമാച്ച്. ഓക്കെ, ഈ ഒരു 3 പേരുകളാണ് അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ ആ ഒരു 1950s 60s കാലഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അവർ ചെയ്ത ആഡുകൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബർണറ്റിന്റെ കോൺട്രിബ്യൂഷൻ, ഓജിൽവി, ബർൺമാച്ച് അവർ ചെയ്ത ആഡുകൾ ഏതൊക്കെയാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ പിന്നീട് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് പിന്നെ അഡ്വർടൈസ്മെന്റ് റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊഫഷൻ ആൻഡ് ആസ് എ ടൂൾ ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആളുകളെ മാറ്റം എടുക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ടൂൾ ആയിട്ട് അഡ്വർടൈസ്മെന്റ് മനസ്സിലാക്കുന്നത് വേൾഡ് വാർ 1 സമയത്താണ്. ആറ്റ് ബീയിങ് യൂസ്ഡ് ടു മൊബിലൈസ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവേഴ്സ് ഓഫ് വാർ. ആളുകൾക്ക് യുദ്ധത്തിനോട് അനുകൂലമായിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അഡ്വർടൈസ്മെന്റ് അന്ന് ഉപയോഗിക്കുന്നുണ്ട്. 1920s സോഷ്യൽ സയന്റിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് ആഡ് ഇൻഡസ്ട്രി. 20s ആഡ് ഇൻഡസ്ട്രിയെ എന്ത് ചെയ്യുന്നത് സോഷ്യൽ സയന്റിസ്റ്റുകളും, അതായത് സാമൂഹികപരമായിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളും പിന്നെ സൈക്കോളജിസ്റ്റ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. 1920 ദ അഡ്വന്റ് ഓഫ് റേഡിയോ മാർക്ക്ഡ് എ റിമാർക്കബിൾ ഡെവലപ്മെന്റ് ഇൻ ദ അഡ്വർടൈസിംഗ് വേൾഡ്. റേഡിയോ പോപ്പുലർ ആവുന്നത് 1920 അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ആദ്യം പ്രിന്റിംഗ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസിംഗ് വേൾഡിൽ. പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് റേഡിയോ ആണ്. പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഏതാണ്, TV ആണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺലൈൻ ആണ് കേട്ടോ. ഓൺലൈൻ കുറച്ചുകൂടി ഡോമിനന്റ് ആണ്. എന്നാലും ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രി, അതായത് TV ഒന്നും ബാക്കിലോട്ട് പോയിട്ടില്ല, പക്ഷെ ഓൺലൈൻ ഇന്ന് ട്രെൻഡിങ് ആണ്. 1930 the time of Great Depression saw a huge criticism against advertisement. സാമ്പത്തിക മാന്ദ്യം കാര്യങ്ങളൊക്കെ വന്ന ഒരു സമയമായിരുന്നു അത്. അതോടൊപ്പം തന്നെ സെയിം പീരീഡ് ഓഡിയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ എജിൻ നെൽസൺ ആൻഡ് ജോർജ് ഗെല്ലബ് ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് അഡ്വർടൈസിംഗ് ഓൺ സൈക്കോളജിക്കൽ ബേസിസ്. എന്താണ്, മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ ഈ ഒരു പരസ്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തുടങ്ങിയ പഠനങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദീസ് അറ്റംപ്റ്റ്സ് ഹെൽപ്ഡ് ബിസിനസ്മാൻ ടു ഇംപ്രൂവ് കൺസിഡറബിളി ദ ക്വാളിറ്റീസ് ഓഫ് അഡ്വർടൈസ്മെന്റ്. പരസ്യങ്ങളുടെ ഒരു ക്വാളിറ്റി കൂട്ടാനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത് അവരെ സഹായിച്ചു. അതായത് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി, എങ്ങനെ ഇത് ആളുകളെ ഇഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ സഹായിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. പിന്നീട് 2ാം ലോക മഹായുദ്ധത്തില് US എക്കണോമി എമർജ്ഡ് ഫ്രം ഡിപ്രഷൻ ആൻഡ് വീക്ക്നെസ് മഷ്റൂമിംഗ് ഓഫ് കൺസ്യൂമർ ഗുഡ്. എന്താണ്, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് അമേരിക്കയുടെ ഒരു വിപണി നന്നായിട്ട് ഉയർന്ന് ജനങ്ങൾ പിന്നെ കുറച്ചുകൂടി കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ആളുകൾ വാങ്ങാനും അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കൂടിയ ഒരു കാലഘട്ടമായിരുന്നു. സോ ദാറ്റ് ടൈം ആ ഒരു കാലഘട്ടത്തിൽ അഡ്വർടൈസ്മെന്റ് ബീങ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ കീപ്പിംഗ് കോർപ്പറേറ്റ് ആൻഡ് ബ്രാൻഡ് ഇമേജ് ഐഡന്റിറ്റീസ് അലൈവ് ഇൻ ദി പബ്ലിക് മൈൻഡ്. ആളുകളുടെ മനസ്സിലെപ്പോഴും പിന്നെ ഈ ഒരു ബ്രാൻഡ് ഇമേജ് നിലനിർത്താൻ വേണ്ടി പരസ്യങ്ങൾ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അന്നുണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഡ് ഏജൻസീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ടെലിവിഷൻ ആണ് ഇമ്പോർട്ടന്റ് മീഡിയ ചെയ്ത്, പോപ്പുലർ മീഡിയ ചെയ്ത്. കമ്പനീസ് സ്റ്റാർട്ടഡ് TV പ്രോഗ്രാം. ദ യൂസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രീസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഇൻ എ നമ്പർ ഓഫ് വേസ്. പരസ്യങ്ങളൊക്കെ എന്ത് ചെയ്തു,
ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് അത് എന്ത് ചെയ്തു, ആളുകളൊക്കെ ഉപയോഗിക്കാനും കാണാനൊക്കെ തുടങ്ങി പരസ്യങ്ങളൊക്കെ. ഇറ്റ് നോട്ട് only generates greater sales but also play an active role in boosting company image. ഓക്കെ, കമ്പനിയുടെ ഒരു ഇമേജ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇമേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്ത് ചെയ്തു, നന്നായിട്ട് അത് ഉപകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ആഡ് ഏജൻസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് കോൺസെപ്റ്റ് വാസ് attributed by French essayist Montaigne. 1940s witnessed the advent of first advertising agency founded by Volney B. Palmer of Philadelphia. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. This shows the systematic and consolidated approach to advertising. അഡ്വർടൈസിങ്ങിനെ കുറച്ചും കൂടി പ്ലാൻഡ്, കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് രൂപത്തിൽ കൊണ്ടുവന്നത് ഒരു ആഡ് ഏജൻസി ഒരു സംവിധാനങ്ങളാണ്. ആഡ് ഏജൻസി എന്താന്നുള്ളതൊക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ കുറച്ചധികം ഉള്ളൊരു പിന്നെ ക്ലാസ് ആയി പോയി. പിന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. ഇനി അഡ്വർടൈസിങ്ങിന് ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ലെക്ചർ നോട്ടൊക്കെ എഴുതിയെടുക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, എന്തായാലും ഞാനൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.